ഗുഡ് മോർണിംഗ്. ലൈം തോട്ട്സിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പഴയകാല ചരിത്രത്തിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയുടെയും ജീവിത കഥകളൊക്കെയാണ്. ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടിത്തരാൻ പറ്റും? ആ പാട്ടാ ഇപ്പൊ ഞാൻ ആലോചിച്ചുണ്ടാക്കി വന്നിട്ടാണോ? നീലാഞ്ഞുലഞ്ഞെത്തും കാളാക്കോമേളമേഘമേകും മഞ്ഞിനു വാടാതാക്കാൻ പാവങ്ങളെ വർക്കാനന്ദം ചാത്താൻ കത്താ തട്ടിയുടച്ചുടഞ്ഞു കന്നും പൂട്ടി വിതച്ചു നൽകി കോടാക്കാറു തിരിച്ചു പൊഴിഞ്ഞു കാരുണ്യത്തിനമർദ്ദം വീഴിഞ്ഞു മിന്നി മിന്നി തിളങ്ങി മുളയ്ക്കും മഞ്ഞിൽ ഞങ്ങൾക്കൊരാനന്ദമെല്ലാം പൊങ്ങി പൊങ്ങി വളർന്നു വന്നിടും പൊന്നിൽ നിൽക്കാതെ ഓരോന്നു മേലെ പാട്ടും പാടിയരിവാളോ നീന്തി കൂട്ടത്തോടെ തീർന്നു മുളയ്ക്കും എത്തും ഞങ്ങളൊരായിരം പേരാ മുത്തുരത്നവും വരിയെടുക്കാൻ പാട്ടിനത്തുള്ള താളത്തിലൂടെ എത്തും ഞങ്ങളറുത്ത കടകൾ. അല്ലമായി ഇന്നത്തെ ഞങ്ങളുടെ തലമുറകളുണ്ട്. ഞങ്ങൾക്ക് പഴയ കാലത്ത് എന്താ നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയൊരു അറിവുകളൊന്നുമില്ല. പണ്ട് കാലത്ത് നിങ്ങളുടെ ആ ഒരു ജീവിത കാലഘട്ടങ്ങളിൽ സംഭവിച്ചിരുന്ന ഒരു കൊയ്ത്ത് കാലം, അതുപോലെ നിങ്ങളിങ്ങനെ വേലി കെട്ടാൻ പോണത്, പഴയ കാലത്ത് വീടിന് ചുറ്റും ഒന്നും ഓർമ്മയിലില്ല എന്ന് പറയണേ. അല്ല, എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അമ്മായിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരണ എന്ത് കാര്യമാണ് ആ ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അമ്മായിക്ക് പണ്ട് കടലാശ്ശേരിക്കൊക്കെ പോയിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ഈ പാടത്ത് കൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഒരുപാട് അതെങ്ങനെ നിങ്ങൾ ആ സമയത്ത് വഴി റോഡൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വണ്ടികളൊന്നും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഏതോടെ പോയിട്ട് അങ്ങനെ അപ്പൊ വേഗത്തും അപ്പൊ 2 മണി കഴിക്കണം, ഇങ്ങനെ മുമ്പ് 8 മണി കഴിക്കണം. അല്ല, ഇത് കൂടെ പോണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ പിന്നെ വീടിന്റെ അരുമ്പൂർക്ക് ഇങ്ങനെ പോരണെങ്കിൽ 3 കഴിയുള്ള, ഇങ്ങനെ പോകണമെങ്കിൽ 8 കഴി പോകണം. അരുമ്പൂരിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വരണമെങ്കിൽ ഇങ്ങോട്ട് ഇതെല്ലാം പാടത്തോടെ വരണമെങ്കിൽ 3 കഴി കഴി പോയാൽ മതി. ഇങ്ങനെ പോവുകയാണെങ്കിൽ 8 കഴി കഴി പോകണം അരുമ്പൂർക്ക്. എത്ര വരെ അമ്മായി പഠിച്ചത്? 4 വരെ. 4 ക്ലാസ് വരെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? 8 കൊല്ലം കൊണ്ട് പഠിച്ചത് 4 വരെ. അപ്പളാ 4 കൊല്ലം പഠിച്ചു. 8 കൊല്ലം കൊണ്ട് പഠിച്ചത്. 8 കൊല്ലം കൊണ്ട് പഠിച്ചതാ? 4 വരെ. 4 വരെ. അതെന്താ 8 കൊല്ലം കൊണ്ട് 4 വരെ പഠിക്കുന്നത്? എന്താന്ന് വെച്ചാലേ 4 മാസം പോകും പഠിക്കാൻ, പിന്നെ പോവില്ല. അപ്പളി വയ്യാണ്ടായി കഴിഞ്ഞു. വയ്യാണ്ടാവെന്ന് പറഞ്ഞാൽ എന്ത് വയ്യ? സുഖമില്ലാത്ത ഒന്നോടെ പിത്തം പിടിച്ചിട്ട് നീരാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ പിടിച്ചിട്ട് 4 മാസം. അപ്പൊ ഇന്നത്തെ കാലത്തെ പോലെ സ്കൂളില് 4 ഇപ്പോ വയ്യാണ്ടായി കഴിഞ്ഞാൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ സ്കൂളിൽ കയറ്റോ? സ്കൂളിൽ കയറ്റും, അത് കുഴപ്പമില്ല. പക്ഷെ 2 മാസം പോയാൽ പിന്നത്തെ മാസം പോവും, പോവില്ല. അപ്പഴേക്കും വയ്യാണ്ട് കിടന്നു. അതെന്താ അന്നത്തെ കാലത്ത് അസുഖങ്ങളൊക്കെ എത്ര ഉണ്ടായിരുന്നു? പിത്തം, നീര് എന്ന് പറഞ്ഞാൽ എവിടെ? കാലില് നീര്, സർവാംഗം, ശരീരഭാഗങ്ങളിലൊക്കെ നീര് വരും. അപ്പൊ എഴുതാനൊന്നും പറ്റില്ല, കിട്ടില്ല. അങ്ങനെയായിട്ട് അങ്ങനെ 4 വരെ പഠിച്ചത് 8 കൊല്ലം കൊണ്ട്. 8 കൊല്ലം കൊണ്ട് 4 വരെ പഠിച്ചു. എനിക്ക് 8ാം ക്ലാസ് വരെ എത്തേണ്ടതായിരുന്നു. ആണോ? അത് 4 വരെ പഠിച്ചു. 4 പഠിച്ചത്. 4 വരെ എത്തിയിട്ടില്ല. അപ്പഴും വയ്യ, സുഖമില്ലാണ്ടായി. അമ്മയുടെ ഈ ഒരു ഭാഗത്ത് ആരായിരുന്നു അമ്മയുടെ കൂടെ പോകണ്ടായിരുന്നു സ്കൂളിലേക്കൊക്കെ? എൻ്റെ സ്കൂളിലേക്ക് പോണത് ഞങ്ങൾ ആ ഹോട്ടലിലുള്ള കുട്ടികൾ, പെണ്ണുങ്ങൾ, അവർ കല്യാണം കഴിഞ്ഞ് പോയി. അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരുന്നു? അത് ഏറ്റവും ഭാര്യത്തെ തങ്ക. ആരുടെ വീട് ഇവിടെ അടുത്തുനിന്ന്. പക്ഷെ അവള് കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ കല്യാണി അത് കുന്നമ്പോൾ, അത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തൊട്ടത്തേക്കത്തെ അത് മരിച്ചു പോയി.
അവരുടെ കൂടെ ഈ അവർ പഠിക്കുന്ന പോലില്ല. പോയിട്ടില്ല. അവര് മുതലാളിയായിട്ട് നിൽക്കുമ്പോ പറമ്പത്ത് അല്ലാണ്ട് കൊയ്യാനും കേട്ടായിരുന്നു അവർ പോയിട്ടില്ല. ഇവിടെ അമ്മായിയുടെ സമയത്തൊക്കെ അമ്മായിക്ക് ഇവിടെ പാടത്തൊക്കെ കണ്ട ഞങ്ങക്ക് നല്ലൊന്നില്ല. മുതലാളിമാരൊക്കെ കണ്ടെന്നുള്ളൂ. നെല്ലിപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ നെല്ലിപ്പറമ്പിൽ പറമ്പിൽ താമസിച്ചിരുന്ന അവർക്ക് നേരം വേണ്ട 300 പറക്കാൻ നേരം. 300 പറക്ക് കുഴുക്കാട്ടി, പാർക്കോള്, പുതുക്കോള്, കിഴക്കാപ്പുറത്ത് അവർ പഠിക്കല് അങ്ങനെയൊക്കെ ആയിട്ട് 300 പറക്കിനാണ് കൊയ്യാനും കേട്ടാനും മേയ്ക്കാനൊക്കെ ഉണ്ട്. അവിടെ നാലിക്കൊക്കെ നാടാൻ ഞങ്ങൾ തന്നെ പോവുക. നാടാനും ഞാറ് പറിക്കാനും ഒക്കെ ആൾക്കാരെ നാടിനും പണിക്കൊക്കെ ആൾക്കാരെ കൂട്ടും. 30-40 ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നിങ്ങള് ഈ കൊയ്ത്തിനൊക്കെ പോവില്ലേ? കൊയ്ക്കുമ്പോ പാട്ട് പാടില്ല. ഇല്ല, പാട്ടൊന്നും പാടില്ല. കഴിയുമ്പോ പാട്ട് പാടാൻ പറ്റില്ല. മഴയ്ക്കുമ്പോ കൈ പോകണ്ടറിയില്ല. പാട്ട് പാടിയിരുന്ന് കഴിഞ്ഞാൽ കൈ പോവില്ലേ? അരിവാളിൽ ഇങ്ങനെ കൊള്ളാണ്ട് വാരി പിടിക്കണം. അപ്പോഴേക്കും പാട്ടൊക്കെ അവിടെ പോകും. നാട് പറിക്കുമ്പോഴും ഞാറ് പറിക്കുമ്പോഴൊക്കെ പോകും. അപ്പൊ പാട്ട് പാടും. ഞാറ് പറിക്കുമ്പോ നല്ല രസമായിരിക്കും അല്ലേ? എല്ലാരും കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് പറിക്കും. അത് ഒരാൾ പാടും, 1-2 ആൾ പാടും, മറ്റൊരു ഏറ്റു പാട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കണ്ടൊക്കെ നികത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈക്കോല്. അത് വൈക്കോട്ടല്ല, അതൊക്കെ കൂടെ മുതലാളിമാരൊക്കെ കണ്ടിലും ഒന്നല്ല അന്യനാട്ടുകാർ വന്നിട്ട് തല്ലും. അന്യനാട്ടുകാരെന്ന് പറയുമ്പോ നമ്മളെ നാട് വിട്ടിട്ട് ആൾക്കാർ അവിടുന്ന് ചാടൂർ ആലപ്പാട് ആൾക്കാർ വന്നിട്ട് തല്ലാൻ വരും. വൈക്കോലും അത് തല്ലുമ്പോ നെല്ലും കൊണ്ട് പോവും. നെല്ലൊന്നും മുതലാളിക്ക് വെക്കണ്ട. ആ കെട്ടിൽ എന്തായാലും 10 മണി കിട്ടിയാലും 5 മണി കിട്ടിയാലും 2 മണി കിട്ടിയാലും അത് കൊണ്ടുപോവാം. ബാക്കി ഒരു തല്ലി ഉണക്കി കൊടുത്താൽ മതി. അങ്ങനല്ലേ? അത് നമ്മള് കൊയ്യുന്നതൊക്കെ നമുക്ക് തന്നെ കൊയ്യുന്നതൊക്കെ നമുക്ക് കിട്ടില്ല. അതിലൊരു ഓരി കിട്ടില്ല. 4 പറ വന്നാ 1 പറ കിട്ടും. അതുപോലെ 10 പറ ആൾക്കാണെങ്കിൽ 2 പറ കഷ്ടിയായിട്ട് ഉണ്ടാവും. അപ്പൊ ഈ നെല്ല് കുത്തണ്ടേ? അതിനുശേഷം നെല്ല് കുത്തല്ല, നെല്ല് പുഴുങ്ങി ഉണക്കിട്ട് വേണം കുടുംബത്തിൽ വന്നിട്ട് പുഴുങ്ങി ഉണക്കി കുത്തിട്ട് നമുക്ക് കുത്താൻ. പുഴുങ്ങെന്ന് പറയുമ്പോ അത് എത്ര സമയം എടുത്തിട്ട് അതൊക്കെ അങ്ങനെ ആവണത്? പുഴുങ്ങാൻ നെല്ല് ഉണത്തിന്റെ ഉണക്കത്തിന്റെ കഴിക്കും. നെല്ല് നല്ലോണം ഉണങ്ങിയതാണെങ്കിൽ നല്ല വേവ് ഉണ്ടാവും. അല്ല നെല്ല് വേവ് ഉണക്കം കുറവാണെങ്കിൽ വേവ് കുറവുള്ള. അപ്പൊ തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാരി വെയിലത്തിടാം. ആ വെയിലത്തിട്ട് ഉണക്കിയിട്ട് കുത്തിക്കുകയെ ചേറി നമ്മൾ കുത്തുകയൊക്കെ ചെയ്യാം. ചേറി കഴിഞ്ഞ ശേഷം നെല്ല് നമുക്ക് മുഴുവനായിട്ട് മുഴുവൻ കിട്ടില്ല, ഉടമസ്ഥന് വേണ്ടേ? അങ്ങനെ പോകുന്ന കിട്ടുക. 5 പറ വന്നാ നമുക്ക് 1 പറ കിട്ടും. 1 പറ കിട്ടും. 1 പറ നെല്ലുകൊണ്ട് എത്ര ദിവസം ചോറുണ്ണ? അത് പറയാൻ പറ്റില്ല. ഇത് 1 പറ തന്നെ പുഴുങ്ങില്ല. പുഴുങ്ങുമ്പോ പാത്രം നിറവ് പുഴുങ്ങുക. 1 ദിവസം കൊണ്ട് തന്നെ ചെയ്യില്ലല്ലോ. അത് 1 പറ നെല്ല് പറയുമ്പോ എനിക്കറിയില്ല 1 പറ നെല്ല് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും. 10 ഇടങ്ങഴി 1 പറ. ഇടങ്ങഴി എന്ന് പറയുന്നത് എന്താണ് കണക്ക്? അരി ആക്കുന്നത് നെല്ല് അരി ആൾക്കുന്ന നാഴിയില്ലേ, ആ നാഴിയുടെ പോലെ ഇടങ്ങഴിയുണ്ട്. 3 നാഴി ഇട്ടാല് വടിക്കാം. അപ്പൊ 1 ഇടങ്ങഴിയായി. ഈ ഒരു പരിസരത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറേ തെങ്ങുകളുണ്ടായിരുന്നു. അപ്പൊ നാളികേരങ്ങളൊക്കെ എങ്ങനെ നിങ്ങക്ക് കിട്ടുന്നുണ്ടായിരുന്നത്? അത് തെങ്ങ് ഞങ്ങൾ തെങ്ങ് കയറുമ്പോഴാ പറമ്പിൽ താമസിക്കുന്ന ഞങ്ങൾ ആർക്ക് താമസിക്കുന്ന പറമ്പിലാണെങ്കിൽ ഞങ്ങൾക്ക് 4 നാളികേരം 5 നാളികേരം കിട്ടും. അത് ചില അവർക്ക് നെല്ല് 100 കൂടുതൽ കിട്ടും. അവർക്ക് പറക്കി കൂട്ടി കൊടുക്കണം. പറക്കി കൂട്ടി കൊടുത്താൽ നമുക്ക് 4-5 കിട്ടും. അതിൽ വിട്ട് കിട്ടില്ല. അപ്പം മറ്റവർക്ക് അന്ന് കിട്ടുന്നത് എല്ലാം കൂട്ടി ചെയ്തിട്ട് പൊളിക്കാൻ ആൾക്കാർ വരും. പൊളിച്ച് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ പൈസ ഉടമസ്ഥന് കൊടുക്കുന്ന വരും. അങ്ങനെ ഉടമസ്ഥൻ പോയി മേടിച്ചോളും. അവർ എന്തോ നെല്ല് കിട്ടിയെന്നൊക്കെ ഇത് ചോദിക്കും. ഇത്രയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എന്നൊക്കെ ഞാൻ കിട്ടുക, നാളെ വന്നാൽ തരാം എന്ന് പറയാം. മറ്റന്നാൾ വന്നാൽ തരാം തന്നെ. അപ്പോൾ അവർ വന്നാൽ തന്ന കാശ് കൊടുക്കണം. അപ്പോഴേക്കും അവർ നെല്ലൊക്കെ വിറ്റ് വേറെ വഴിക്ക് പോയി ഉണ്ടാവും. അങ്ങനെ
ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്തിൽ ഉടമസ്ഥൻ്റെ പേര് 300 പറക്കി നിലമുണ്ട്. 300 പറക്കി നിലം. അത് ആൾക്കാർ വേണ്ടതുണ്ട് കൊയ്യാനും കെട്ടാനും. അത് കെട്ടി കൊണ്ടു വെച്ച് നെല്ലാക്കിയാൽ നമുക്ക് അതിൻ്റെ അന്നത്തെ കാലത്ത് ഇപ്പോ ഈ നെല്ല് നമുക്ക് അവരുടെ ആ നിലം കൊയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെല്ല് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൈസ ആയിട്ട് അവരെന്തെങ്കിലും ഒന്നുമില്ല. നെല്ല് കൊയ്ത് നമ്മൾ കൊയ്ത് ഇറങ്ങിയാൽ നെല്ല് പറമ്പിലേക്ക് പോയി കാലത്താ ഉച്ചയ്ക്ക് കഞ്ഞി വെള്ളമൊക്കെ കിട്ടും. അത് ഒരു പാത്രം നിറവായിട്ട് കൊണ്ടുവയ്ക്കും, അത് കുടിക്കും തരും. അതല്ലെങ്കിൽ ചിലർക്ക് മനസ്സില്ല. കുന്നമ്പിൾക്കാർക്ക് പോയാലും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ കുടിക്കണോ എനിക്കറിയില്ല, കണ്ടിട്ടുണ്ട്. അങ്ങനെ ചിലർ കൊടുക്കും ഭക്ഷണം, ചിലർ കൊടുക്കില്ല. അപ്പം ഇത് കൊയ്ത് കിട്ടി കൊണ്ടുത്താൽ മെരിച്ച് നെല്ലാക്കിയിട്ട് വെടുപ്പാക്കിയിട്ട് വേണം അവിടുന്ന് കിട്ടണമെങ്കിൽ. കാറ്റത്തിട്ട് ഉവിയും ചണ്ടും ഒക്കെ കളഞ്ഞിട്ട് കൊടുത്താൽ കൂട്ടി പോയിട്ട് അപ്പം പറക്കി ഇളക്കും. എത്ര പറ വെച്ചാൽ 10 പറ, 5 പറ, 4 പറ, 2 പറ, ഒരു ആളുടെ തരം പോലെ കൊയ്ത്തിൻ്റെ പോലെ അത് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഈ നാളികേരം ഇതാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ വേണ്ടേ? വെളിച്ചെണ്ണക്ക് ആട്ടാനൊക്കെ നമ്മൾ ആട്ടാൻ പോയില്ല, നമ്മൾ പീടിയെന്ന് മേടിച്ചിട്ട് പോയല്ലോ. പീടിയെന്ന് മേടിക്കാൻ അന്നും പീടിയെന്ന് മേടിക്കലേ ഉള്ളു വെളിച്ചെണ്ണക്ക്. അതെ. അപ്പൊ നാളികേരൊക്കെ എടുത്തതിന് ശേഷം നാളികേരൊക്കെ നമുക്ക് നാളെ കിട്ടില്ലല്ലോ. ഓട്ടർമാർ കൊണ്ടുപോയില്ലേ, എല്ലാം കൊണ്ടുപോകാറ്, എല്ലാം പൊളിച്ചവർ കൊണ്ടുപോകും. പൊളിച്ചവർ കാശാക്കിയിട്ട് ആട്ടുന്നവരുണ്ടാവും, മറ്റവരുണ്ടാവും. ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ പീടിയ കൊത്തിട്ട് മേടിക്കില്ലേ, അന്നമാതിരി മേടിക്കന്നെ. നമ്മളുടെ വീട്ടിലൊന്നും തെങ്ങുകളൊന്നും നമുക്ക് തെങ്ങില്ല. ഞാൻ അവിടെ തെങ്ങുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ആ സ്ഥലത്ത് തെങ്ങുണ്ടായിരുന്നു, 5-6 ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പൊളിച്ച് കൊണ്ടാരം കൊണ്ടു കൊടുക്കും. അപ്പൊ അതിനൊക്കെ പൊളിക്കാൻ ചിലപ്പോ പൊളിക്കും. അതല്ലെങ്കിൽ പൊളിക്കുകാരോട് വരാൻ പറയുമ്പോ കൊപ്രക്കാർക്ക് ഉണ്ടല്ല, അവരോട് അവർ വന്ന് പൊളിക്കും. അപ്പൊ ആ പൈസ ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അതന്നെ. അപ്പൊ ഈ പശുക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വൈക്കോല് മേടിക്കും. വൈക്കോല് മേടിക്കും. വൈക്കോല് മാത്രല്ല ഈ പിണ്ണാക്ക് കൊടുക്കാന്നൊക്കെ പീടിയെന്ന് കിട്ടില്ലേ, കിട്ടും മേടിക്കാനായിട്ട്. അപ്പൊ അത് എത്ര രൂപ കൊടുത്ത് ആ സമയത്ത് മേടിച്ചിരുന്ന പിണ്ണാക്ക് ഓർമ്മയുണ്ടോ? പിണ്ണാക്ക് 1 കിലോ മേടിക്കുന്നുണ്ട്, 2 കിലോ മേടിക്കുന്നുണ്ട്. കാശിന് തരുന്നില്ല മേടിക്കല്. അത് ഈ 1 അണ 2 അണ എന്നൊക്കെ പറഞ്ഞിട്ടല്ല അന്ന് ആ സമയത്തൊക്കെ മേടിച്ചിരുന്നു. അത് ആകുമ്പോ വെച്ചാല് കപ്പലിന്റെ പിണ്ണാക്ക് ഉണ്ട്, കൊപ്പര പിണ്ണാക്ക് ഉണ്ട്, പുളിപ്പിണ്ടാക്കുന്നുണ്ട്. അത് പുളിപ്പിണ്ണാക്ക് അതിന് മേടിക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. കൊപ്പര പിണ്ണാക്ക് മേടിക്കും. കൊപ്പര പിണ്ണാക്ക് ഈ നാളികേരം ആട്ടിയിട്ട് കിട്ടുന്നത്. ആ പിണ്ണാക്ക് കിട്ടിയാൽ കന്നാലി ചിലർക്ക് ആട്ടങ്ങളൊക്കെ മേടിച്ച് പീടിയിൽ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പയ്യന് കൊടുക്കാം, പൈക്കൾക്ക് കന്നാലുകൾക്ക് കൊടുക്കാനായിട്ട്. പൈക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തല്ല ഒരു പാല് തരുള്ളൂ. അപ്പൊ അതിന് പാൽ കഴിഞ്ഞാൽ പിണ്ണാക്കും കൊടുക്കണം. ഈ പിണ്ണാക്ക് കൊപ്പര പിണ്ണാക്കല്ല, എള്ളും പിണ്ണാക്ക് വെച്ചിട്ട് കൊടുക്കും. അന്നേരം പിന്നെ അപ്പൊ പാലെങ്ങനെയാ പശുവിന്റെ അടുത്ത് അത് കറന്നെടുക്കല്? കറന്നെടുക്കും. അവിടെ പയ്യ എത്ര പയ്യ ഉണ്ടായിരുന്നു? അവിടെ പയ്യൊന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാല് 5 ഒക്കെ കിട്ടും. 5 ലിറ്ററാണോ? 5 ലിറ്ററാണ് കിട്ടും. അത് സമ്പടിക്ക് കൊണ്ടുപോയി വെക്കും. അപ്പൊ അതിന് മാത്രമുള്ള നല്ല ഭക്ഷണം കൊടുക്കണം. അതിന് കൊപ്പര പിണ്ണാക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ എള്ളും പിണ്ണാക്ക ഒക്കെ ഇട്ടിട്ട് കഞ്ഞി വെച്ച് കൊടുക്കണം. അരി പച്ചരി കൊണ്ടിട്ട് എള്ളും പിണ്ണാക്ക് ഇട്ടിട്ട് വേവിച്ചിട്ട് കഞ്ഞി കൊടുക്കണം. പക്ഷെ ആ പശുവിന് നല്ലത് കിട്ടണം, നല്ല വൃത്തിയിലുള്ള തൊഴുത്ത് വേണം. അതൊക്കെ വേണം. അപ്പൊ കുഞ്ഞമ്മായി ആണോ അതൊക്കെ നോക്കിയത്? ആ തൊഴുത്ത് നല്ല വൃത്തിയാക്കോ എല്ലാ ദിവസവും? ഞാനായാലും അമ്മയായാലും വെക്കും. ഇവിടെ അച്ഛമ്മയാണെങ്കിലൊക്കെ നോക്കും. അച്ഛമ്മ കുറച്ച് നോക്കില്ല. ഞങ്ങൾ രണ്ടാളുള്ള കാരണം കൊണ്ട് പിന്നെ അച്ഛമ്മയ്ക്ക് ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റില്ലെങ്കിൽ ഞങ്ങൾ തൊടാൻ അല്ലാണ്ടായി പിന്നെ തോറ്റി കിടക്കില്ല. പയ്യനും കിടക്കില്ല. അപ്പൊ താത്ത അല്ലെ ഉണ്ണിയ വേണു ശക്തിക്ക് അങ്ങനെ നോട്ടമില്ല. ഉണ്ണി ആരെങ്കിലും വായിച്ച് തോറ്റി വായിച്ച് കൊണ്ട് കിട്ടും.
അങ്ങോട്ട് കൊണ്ട് കിട്ടുമ്പോഴും അവർ സ്കൂളിൽ നിന്ന് വന്നുമ്പോൾ അവർ ഓടും. അപ്പം ഞങ്ങൾ വരുമ്പോൾ കഞ്ഞി ആരെ കുടുംബത്തിലില്ലെങ്കിൽ അവർ കഞ്ഞൊക്കെ ഇട്ടേക്കും, പച്ചരിട്ട് കഞ്ഞിക്കും. അതെ. അതുപോലെ ഈ കൃഷികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? കൃഷി നമുക്ക് ഇല്ല, അതൊക്കെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഇപ്പൊ ചാണകമൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് വളങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ പയ്യനോളത്തെ ഉണ്ടായിരുന്നു. അവിടെ ഇടങ്ങഴി ഒരു 2 കിലോ പേര് മറക്കുന്നു. വേണും ചക്കര വേണു ഉണ്ണിക്കിന് പാല് കൊണ്ട് അന്ന് ഒരു പുസ്തകം കൊണ്ടുപോയി പാലും കൊണ്ട് പോകും. അവിടെ പതിപ്പിച്ച് വരും. എന്നിട്ട് ആഴ്ചയിലെത്തുമ്പോ കാശ് കയറ്റും. പാല് പുറത്തേക്ക് കൊടുക്കായിരുന്നോ? പയ്യനെ പറ്റി കൊടുത്തോന്നു. അത് 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ ഉണ്ടാവും. 3 ലിറ്ററിൻ്റെ അവിടെ വെള്ളത്തിട്ട് പയ്യനൊക്കെ മേടിച്ചു. അത് 4 ലിറ്റർ പാല് കിട്ടും. 4 ലിറ്റർ പാല് കിട്ടും. നല്ല പയ്യായിരുന്നവള്. അവൾക്ക് തീറ്റ അങ്ങനെ കേട്ടാ. തീറ്റ അതുപോലെ കൊടുത്താലേ നല്ലപോലെ പാലും കിട്ടും. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ കൊണ്ടുപോകും പാല് കടയിൽ പോയി. അവിടെ അവർ കുടം കലൊക്കെ ആയിരിക്കും. ആ പാല് അവര് അകത്തുനിന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആഴ്ച എത്തുമ്പോൾ കാശ് തരും, അല്ലെങ്കിൽ മാസം എത്തുമ്പോൾ കാശ് തരും. അപ്പൊ അമ്മായിക്ക് അപ്പൊ എങ്ങടെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ ഞാൻ സാമാന്യം പോയില്ലേ? ഇല്ല, തോണിയൊക്കെ എടുത്തിട്ട് പോവാറുണ്ട്. അമ്മായി പറഞ്ഞിട്ടുണ്ടാവുന്നില്ല അടുത്ത് തോണിയിലൊക്കെ പോകുന്നു. വഞ്ചിയിലല്ലേ? അപ്പൊ വഞ്ചിയിൽ ഞാൻ പൂവായിട്ടുണ്ട്, പോയില്ല അറിയില്ല. പക്ഷെ വിരുന്ന് പോയിട്ട് അരിപ്പിരിക്കുമ്പോ തോണിക്ക് പോയിട്ടുണ്ട്. അത് പുള്ളു കൂടി പോവുകയാണെങ്കിൽ 3 നാഴിക വഴി ഉണ്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ 8 നാഴിക വഴി പോണം. ഈ അന്തിക്കാട് കാഞ്ഞാൽ പോവുകയാണെങ്കിൽ 8 നാഴിക വഴി പോകണം അരിപ്പിരിക്ക്. ഇങ്ങനെ പുള്ളു കൂടി പോവുകയാണെങ്കിൽ 3 നാഴിക വഴി പോയാൽ അങ്ങനെ പോയിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായിന്ന് ഇങ്ങനെ പറയുന്നേക്കാം. 96 ആ കാലഘട്ടങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ വീട്ടിലേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടില് തരണം ചെയ്തത് ആ ഒരു സമയത്തിന് മഴ കുന്നമ്പുള്ളി പോകും. കുന്നമ്പുള്ളി എന്ന് പറയുന്നത് എവിടെ? തൊട്ടതൊക്കെയത് അവിടെ ആ വീട്ടിലവിടെ. അതെ, കുളത്തിന്റെ അപ്പുറത്ത്. അവരുടെ വീട് കുറച്ച് ഉയരത്തിലാണ് നിൽക്കണത്. കുളത്തിന്റെ മണ്ടയുടെ വീട്. പക്ഷെ വീടൊക്കെ ആകെ നാശാവില്ല. അവർക്ക് വീട് നാശാവില്ല, നമുക്ക് നാശാവും. നമുക്ക് നാശാവും. അപ്പൊ അതെങ്ങനെ വെള്ളം ദിവസം ഉണ്ടാവും വെള്ളം? അത് വെള്ളം നിൽക്കുന്നതിന് തരമായിരിക്കും. വെള്ളം ഈ പെറ്റ് വെള്ളം തന്നെയല്ല, ഈ വറവ് വെള്ളണ്ടേ, വെള്ളം കയറുന്നു. അല്ലെങ്കിൽ മഴ പെയ്യുന്ന വെള്ളം തന്നെ ഞാൻ തയ്ക്കാവില്ല. വരവ് വെള്ളം ഉണ്ടാവുമ്പോഴാണ് വെള്ളം കയറുന്നത്. വരവെള്ളം എന്ന് പറയുമ്പോ അന്യനാട്ടിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വെള്ളങ്ങൾ വീട്ടിട്ട് 4 കിലോമീറ്റർ. അപ്പൊ ഞങ്ങക്ക് ഇവിടെ മുറ്റത്തൊക്കെ ഇതിനൊക്കെ വെള്ളം. അപ്പൊ ഞങ്ങള് കുന്നമ്പുള്ളില് ഒരാളുടെ ഉയരത്തിലൊക്കെ വെള്ളം ഉണ്ടാവോ? ഒരാളോ വീട്ടില്ല. അപ്പൊ ഞങ്ങൾ കുന്നമ്പുള്ളിൽ പോയി നിൽക്കും എല്ലാവരും. സാധനങ്ങളൊക്കെ ഞങ്ങള് സാമാനുകളൊക്കെ പെരുമാറുന്ന സാമാനൊക്കെ പൊക്കത്തിൽ വെക്കും. അരി സാമാനൊക്കെ കൊണ്ടുപോകും. നമുക്ക് അവിടെ നല്ല വ്യക്തി കുടിക്കണ്ടേ. അപ്പൊ ഞങ്ങള് വേറെ കുന്നമ്പള്ളിക്ക് പോയാൽ ഞങ്ങൾക്ക് അവര് വെക്കുന്ന അടുക്കള ഞങ്ങക്ക് ഒഴിഞ്ഞു തരും. അവർക്ക് മേലെ അടുക്കള വെക്കും. അവര് പെരേരെ ഉള്ളിലുണ്ട് അവർക്ക് അടുക്കള, അത് അവര് വെക്കും. പുറമെ അടുക്കളയും ഇതൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ എടുക്കും. അത് വെള്ളം ഇറങ്ങി പോകുന്ന വരെ ഞങ്ങൾ വരാവും. മുറ്റത്തേക്ക് വെള്ളം വന്ന ഇതിനൊപ്പം ഇങ്ങനെ ആയാ ഞങ്ങൾക്ക് പോകും. അവക്ക് വേണു ശക്തിയൊക്കെ ചെറിയ കിടാങ്ങളല്ലേ. അപ്പൊ അത് കാരണം ഇതിനൊപ്പം കോളായാ പോകും. കിടാങ്ങളും കൊണ്ട് പോകും. മീനുകളുണ്ടാവോ? മീനൊക്കെ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. പിടിക്കാൻ പോവോ? മീനെ പിടിക്കാൻ അതില്ല. ഇല്ല. ചിലപ്പോ വേണു ചൂണ്ടിട്ട് കാട്ടി ചൂണ്ട് കൊണ്ടുപോയി നിൽക്കാൻ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടില്ല. ചക്കര കാണിക്കൂല. ചക്കരക്ക് ഭയങ്കര ഉണ്ണി കിട്ടും. ഉണ്ണി ചോദിച്ചുകൊണ്ട് മീൻ കിട്ടും. അതവ എവിടെ ഞാൻ ചീകളക്കടു വരുമില്ല, അവ കിട്ടും. ചീകളക്കടു വരും വേണ്ടില്ല, ചൂണ്ടി കൊടുക്കും. ഇപ്പൊ പറ്റേട്ടാ. അല്ല ഇപ്പൊ അമ്മായി ചീളക്കട എന്ന് പറഞ്ഞില്ലേ? ചീളക്കട എന്ന് പറയണ എന്താ? ഞാൻ എന്റെ നാട്ടിലൊന്നും ഇങ്ങനെ ചീളക്കട കറുത്തിരിക്കും. അത് വീതിയായിട്ട് നിങ്ങളത്തത്
അതായത് ചീളക്കട് എന്ന് പറയുന്നത്. ചീളക്കട്. വേറെ എന്തൊക്കെ മീനുകളെ പാടത്തൊക്കെ ഉണ്ടായിരുന്നു? പാടത്ത് പിന്നെ കരിപ്പടി ഉണ്ട്. കരിപ്പടി എന്താ? കരിപ്പടി ഇത്ര വീതിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മൂത്തതാണെങ്കിൽ നല്ല രീതിയിലുണ്ടാവും, നീട്ടം കുറഞ്ഞിട്ട് ഇത്രയായിട്ട് ഉണ്ടാവും. പിന്നെ ബ്രാല്, കടു ഒക്കെ ഉണ്ടാവും. ആരലുണ്ട്, മുതമ്പോട്ടയുണ്ട്. ആരലെന്ന് പറയണ നീണ്ടിട്ടുള്ള ബ്രാലുണ്ട്. ബ്രാല് അതൊക്കെ അപ്പൊ എവിടുന്ന? അത് പാടത്തൊക്കെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കടലിന് വരണ്ടേ? ഒക്കെ കടലിൽ വരും. ഈ വെള്ളം വരുന്നതിനനുസരിച്ച് മീൻ കയറി വരും. എവിടെ വെള്ളം കടങ്ങിയൊക്കെ പോകും. അല്ല ഈ ഇപ്പൊ ചൂടിൽ കൊണ്ടുപോയി മീൻ കൊണ്ടുപോയി ഇപ്പൊ ചൂട് പോയി കുളത്തിന്. അല്ല ആ പണ്ട് കാലത്തൊക്കെ അഞ്ചുവിനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കടലിന്റെ കടലിൽ മരി കേൾക്കും വെള്ളമായിട്ട്. അതെ, ആ എല്ലാവരും വെള്ളമാവും. അല്ല കുടുംബങ്ങളിലൊക്കെ മുറ്റത്ത് വെള്ളം. നമുക്ക് ഇവിടെ മുറ്റത്ത് തൊഴുത്തിലൊക്കെ പകുതിയൊക്കെ വെള്ളമാവും. എന്നാലും പയ്യപ്പ പിന്നെ എന്താവില്ല. 2 പയ്യനായിരുന്നു ഇവിടെ. ആ പയ്യനൊക്കെ എപ്പോഴാണ് അത് വിൽക്കുക ചെയ്തത്? ഒക്കെ വിറ്റു. അതെന്താ വിറ്റത്? ഞങ്ങൾ നോക്കാൻ പറ്റണ്ടായി. അപ്പൊ വിറ്റു. 2ആളും ചൂണ്ടിന് കൈവലിന്റെ ചൂണ്ടിന് കുത്തും. 2ആളും കുത്തും. ആരെ കണലും കുന്നുമുള്ള കല്യാണത്തിന് കൊമ്പ് കൊണ്ടിട്ട് കുത്തല്ല. അവൾ കൊത്തുന്നില്ല. അവൾ കല്യാണത്തിന് പുല്ല് കൊണ്ടുപോരായിരുന്നു പാടത്തുനിന്ന് പുല്ല് കഴിഞ്ഞിട്ട്. അപ്പൊ വെള്ളം മോത്തിയും നോക്കാൻ പോയില്ല. അപ്പൊ തട്ടി പിള്ളേർ മുറിഞ്ഞാണ്ട് അവിടെ ഈ വഴിയിലെ കെട്ടിയെടുത്ത് അവളെന്തേട്ടി കല്യാണത്തിന് അപ്പുറത്തേക്ക് ഈ പുല്ല് വെള്ളം കൂടെ എടുക്കാം അവിടെ കൊണ്ട് തീർത്തു. അപ്പൊ വേഗം ഒരു കെട്ട് കേൾക്കാൻ പുല്ല് അവൾക്ക് ഇട്ടെടുത്തു. അവൾക്ക് ഒരു ഉപദ്രവം ചെയ്തില്ലേ. ഈ കുളത്തിൻ്റെ അകത്ത് എടുത്തിട്ട് അങ്ങേ ഭാഗത്തേക്ക് കൊണ്ടെടുത്തു. അവരുടെ പറമ്പിലേക്ക് എടുത്തു. കൊമ്പ് ഇങ്ങനെയായിരുന്നേ അവിടെ തോണ്ടി വെച്ചാൽ അവൾക്ക് അതിനല്ലേ. അമ്മായിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ചൂണ്ടി വരുമ്പോ കുത്തുകള് അങ്ങനത്തെ ചൂണ്ടുവരലിൽ കുത്തുന്നു. ചൂണ്ടിങ്ങനെ കൊമ്പ് കൊണ്ടുവരും. 2 പയ്യനും അങ്ങനെയാ. എന്നെ കുത്തിയിട്ടൊന്നുമില്ല. അത് അമ്മായിനോട് നല്ല സ്നേഹമായിരിക്കും. അമ്മായി നന്നായിട്ട് നോക്കണ്ടായിരുന്നില്ലേ? അതുപോലെ കൊറേ ആടുകളും കോഴികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആടും ഉണ്ടായിരുന്നു. ആടുകള് അരുമ്പൂര് മാമ വെച്ചിട്ട് പോവാൻ എനിക്ക് പോവാൻ എന്ത് ചെയ്യുന്ന എന്തായിട്ട് ഒക്കെ പാടെ അഴിച്ചു കൊണ്ടിട്ട് തൊഴുത്തിൽ ഓരോ തക്കിൽ പയ്യന് ആക്കി വെച്ചു. കോതോട് വന്ന് കോത അങ്ങനെ പോകണം. അരുമ്പൂർ പോകണം. എൻ്റെ പോണ് അവിടെ മാമ വെച്ചു. അപ്പം ഇനി പോകണം. ഞാൻ തന്നെ ഇവിടെയുള്ളൂ. അപ്പം ഞാൻ ആട്ടങ്ങളെല്ലാവരും അപ്പോൾ വെച്ച് ഇവിടെ വെച്ച് പയ്യനെ തൊഴുത്തിലും കൊണ്ട് കെട്ടി ആട്ടങ്ങളുടെ അടുക്കലും കൊണ്ട് 5-6 ആട്ടങ്ങളുണ്ട്. പയ്യൻ്റെ കുട്ടികളുണ്ട്. ആ കുഴത്ത് വെച്ച് കൊണ്ട് കെട്ടി വെള്ളം ഞാൻ എന്നോട്ടേക്ക് കോത ഞാൻ പിണ്ണാക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുത്തോളം മോൾക്കൊക്കെ ഏതാന്ന് ഞാൻ പോയി അവരെ കൊണ്ട് കെട്ടിയത് നമ്മുടെ അമീതുണ്ട്. അമീത് ഒക്കെ കൊണ്ട് കെട്ടി ഞങ്ങൾ പോയി. അപ്പം തന്നെ പോന്നു. ഉച്ചത്തിരുമ്പോഴേക്കും പോന്നു. ഞാനും മീനാക്ഷി ചത്തുപോയി. അവള് മീനാക്ഷി കൂടി പോന്നു. അവൾ ശവം വെച്ച ശേഷം ഞാൻ മീനാക്ഷി പോന്നു. അപ്പം ഞങ്ങൾ മേടമാസം കാലത്താണ്. അപ്പം ഇപ്പം അടുത്തുകൂടെ ചോദിച്ചു. 3 മണിക്ക് ഇവിടെ 4-5 മണിയായപ്പോൾ വന്നു. ഇവരെല്ലാവരെയും കഴിച്ചു കൊണ്ട് കിട്ടി. എത്ര ആട്ടങ്ങളെന്നറിയാം? 4-6 കുട്ടിൻ്റെ അല്ലേക്ക് കോതൊക്കെ എല്ലാത്തിനും കൊണ്ട് കെട്ടി. ഈ പറമ്പിൽ തന്നെ ഇവിടെ കെട്ടി. ഈ പറമ്പിലെ കെട്ടുക. അവിടെ വെച്ചപ്പോഴത്തും ഇവിടെ മടിയുണ്ടല്ലോ പറമ്പ്. കോതെല്ലാവരും നെറ്റി കൊണ്ട് കെട്ടി. ഞങ്ങൾ വേറെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആട്ടുപാല് കുടിക്കായിരുന്നോ? ഞാൻ ഒരു പാലും കുടിക്കില്ല. പശുപാല് കുടിക്കില്ല. എനിക്കിഷ്ടമില്ല. അതുപോലെ കോഴികൾ ഇങ്ങനെ പറയണേ. അതുകൊണ്ട് കോഴി വേണ്ടായിരുന്നു. ഒരു കൂട് നിറച്ച് കോഴിയായിരുന്നു. കോഴികളെ അപ്പൊ അവര് എന്താണ് കോഴീനെ പിടിച്ച് കറി വയ്ക്കോ? കറിയൊക്കെ കുടുംബത്ത് ഞാൻ കൂട്ടില്ലേ. ഞാൻ വെക്കൂല, കൂട്ടില്ല. മുട്ടയിടാറുണ്ടോ കോഴികള്? മുട്ടയുണ്ട്. അതും ഞാനില്ല. മുട്ട തിന്നാൻ പറ്റുന്നത് ഇവിടെ അച്ചോട് ചാരായി. ഇവിടുത്തെ അച്ചോട് ചാരി കോഴി തിന്നുന്നു. വീടിനോട്
അവരൊക്കെ കോഴീനെ പിടിക്കല്ലേ? കോഴി പിടിക്കണ്ട, മുട്ട കൊണ്ടുതരില്ല ഇവിടെ. അപ്പൊ അവർക്ക് പുഴുങ്ങ തിന്നെ ചെയ്തൂടെ. അതുപോലെ ഓല മെടയാറില്ലേ? ഓല മെടയും. അപ്പൊ വീട്ടില് തെങ്ങുണ്ടായപ്പോഴല്ലേ അതിന്നുള്ള പട്ടാതെ എങ്ങനെയാ? അത് തെങ്ങേറാകുമ്പോ താഴെ കൂട്ടി തെങ്ങേറാകുമ്പോ അത് പച്ച ഓല തന്നെ മെടയണ്ടേ? പച്ചോല തെങ്ങേറുമ്പോ വെട്ടും തെങ്ങുമ്പോ കയറുമ്പോ അവര് ഓല വെട്ടും. വൃശ്ചികമാസത്തില് വൃശ്ചം തരും 3 മാസം ഓല വെട്ടും. ഓല വെട്ടിട്ട് നമ്മള് ഓല മെടയും. ഓല മെടഞ്ഞിട്ട് എന്തിട്ട് ചെയ്യാ? ഓല മെടഞ്ഞിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നമുക്ക് എവിടെ കെട്ടാണെങ്കിൽ കെട്ടാം, പെര കെട്ടാണെങ്കിൽ പെര കെട്ടാം, അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് ഓലയും കൊണ്ടുള്ള വീട് സാമാന്യൊക്കെ ഉണ്ടാവും. അതെ. അപ്പൊ ചൂട് കുറവായിരിക്കല്ലോ ആ സമയത്ത്? ഓലപ്പഴിന്റെ ചൂട് കുറവാ, ഓടാകുമ്പോ ചൂട് കൂടും. വെയില് എന്തുകൊണ്ടാ കിട്ടുക? മുള്ളുണ്ട്. മുള്ള് എന്ന് പറയുമ്പോ എന്ത് മുള്ള? അത് നല്ല ബലം വേണ്ടേ? പട്ടലിന്റെ. അത് എനിക്കറിയില്ല. അതെന്താ? പട്ടല് കണ്ടിട്ടില്ലേ? ഇല്ല. പട്ടലെന്ന് പറഞ്ഞാ എന്താ? മുളക്കാണ് പട്ടല്. അത് മുള കൂടായിട്ട് പട്ടല് അവിടെ അന്ന് വെട്ടിക്കളഞ്ഞ പോക്ക. മയ്യേ, അഞ്ചു ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വീടുകളൊക്കെ കെട്ടിയത് നിങ്ങൾ തന്നെയാണെന്നുള്ളത്. ആണുങ്ങള് അല്ല, നിങ്ങൾ തന്നെയാണ് വീടുകൾ ഉണ്ടാക്കിയത്. അതെ. അപ്പൊ വീട് കെട്ടുമ്പോ എന്തൊക്കെയാ നിങ്ങൾ അതിന് വേണ്ട സാമഗ്രികളൊക്കെ വേണ്ടേ? സാമഗ്രി മുളയും കിട്ടണം. മുകളിലേക്ക് പരമൽക്കുള്ളത് ചമരൊക്കെ പിടിക്കുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്, മേടിക്കുന്നവരുണ്ട്. ഞങ്ങള് ഇഷ്ടി പിടിക്കുക. വേണു ഉണ്ണി ഞാനില്ല, ഞാൻ പോയി, നമുക്ക് കുടുംബത്ത് പണിയാ. അച്ഛമ്മ നേരം വെളുത്ത 5 നേരം തന്നെ കളിമണ്ണുകൊണ്ട് ഇഷ്ടി പിടിക്കാൻ പോയില്ല. ഇഷ്ടിക ഉണ്ടാക്കൂ? അത് എങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? അതിങ്ങനെ 4 ഇങ്ങനെ ചതത്തിൽ 4 ഉണ്ടാകുക. അത് ഇത്ര ഇഷ്ടീനെ വലിയ ഇഷ്ടിയുണ്ട്, ചെറിയ ഇഷ്ടിയുണ്ട്. അത് ഇഷ്ട ചെയ്താൽ മേടിക്കും. പരമണിയും ഇഷ്ടിക വെച്ചിട്ട് അതെങ്ങനെ? അത് ഉണങ്ങിയിട്ട് വേണം. ഉണങ്ങി അല്ല, ഇഷ്ടിക വെക്കുമ്പോ അതിന്റെ ആ ഒരു അതിന്റെ ഒരു ഇത് ഉണ്ടാവില്ലേ? അത് എങ്ങനെ? 4 മൂലൊക്കെ സിമന്റ് വെച്ച് അടക്കിയായിരുന്നു? എന്താ ചെയ്തിരുന്നത്? സിമന്റ് കൊടുക്കാം. അത് പഴുത് പോയിട്ടേ പഴുതുകൾ അടച്ചിരുന്നത് സിമെന്റ് അല്ലേ? സിമെന്റിൽ തന്നെ അടച്ചിരുന്നത്? അതെ. വേറെ മണ്ണ് കൊണ്ട് തേമ്പ്? അത് തേമ്പ് കൊടുവ് ചെമ്പരക്ക് വെക്കൽ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം തേമ്പ് എന്നാലേ ചെമ്പര ഒഴിയാൻ പറ്റുള്ളൂ. അത് കളിമണ്ണ് തന്നെ ഉപയോഗിച്ചിരുന്നത്? തേക്കിന്റെ മണ്ണ്. പിന്നെ ഇത്തിള് നീട്ടിട്ട് ചെമ്പര ഒഴിയും. ഇത്തിള് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട്. കക്ക. അതെ. അത് വെച്ചിട്ട് പഴുത്തുകൾ അത് നീട്ട് ഇത്തിൾ വന്നിട്ട് നീറ്റില്ലേ വെള്ളത്തിട്ടിട്ട് എന്നിട്ട് അതുകൊണ്ട് വെള്ളം കഴിച്ചിട്ട് ചെമ്പരടിക്കുക. അപ്പൊ അത് സിമെന്റിനെക്കാട്ടിലും ബലമായിരിക്കുമല്ലോ അതിന്? അല്ല, സിമെന്റ് സൈഡിൽ വെക്കാം. അങ്ങോട്ടും പോവാതിരിക്കാനില്ല. അപ്പൊ ഇതിന്റെ ഒരു സംശയം എന്താ വെച്ചാല്, മഴ പെയ്യുമ്പോ ഈ മണ്ണൊന്നും ഇളകി പോവില്ല? പെരയിലല്ല നിൽക്കുന്നത്. പക്ഷെ അതെന്നാലും മഴ പെയ്യുമ്പോ എത്രയാണെങ്കിലും ഇങ്ങനെ ചോർച്ചയൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ലേ? അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഉണ്ടാക്കും. ഓലരോ മരത്ത് പോലെ ഇരിക്കും ചോറില്. ഓല എത്രത്തോളം ഭംഗിയായിട്ട് മരന്ന് കിട്ടണമെങ്കിൽ അതുപോലെ അത്രയും പോലെ ചോറാണ്ടിരിക്കും. ഓല മെടയെന്ന് പറയുന്നത് ഭയങ്കര കഴിവല്ല, അതിങ്ങനെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കെ വേണം. അത് ഒരുപാട് സമയം എടുക്കും അത് ചെയ്യാനായിട്ട്. അത് 5 മരുന്നവരുണ്ട്. എത്ര ഓല മെടയാൻ പറ്റും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാല്? 1 കെട്ട് മണ്ണവരുണ്ട്, ചിലർ 2 കെട്ട് മണ്ണവരും. അത് കൈന്റെ അമ്മക്ക് പോലെ ചെയ്യും. 2 കെട്ട് മണ്ണവരുണ്ട്. ഒരു പണിനോക്കാൻ ഇത് തന്നെ ഇരിക്കുന്നവർക്ക് 2-2.5 കെട്ട് ഓലൊക്കെ മടയും. അല്ല, നമ്മളൊക്കെ ആണെങ്കിൽ 1 കെട്ട് കഴിയില്ല. 2 തലമുറകളാണ്. അതായത് 2 തലമുറ എന്ന് പറയുന്നത് അമ്മായിയുടെ ആ കാലത്തും ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാന്ന് പറയുന്നത് വളരെ അത്ഭുതങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മായിന്റെ കൂടെ ഇരിക്കാൻ കിട്ടിയതിലും അത് കേൾക്കുന്നതിലും ഒക്കെ.
വളരെയധികം സന്തോഷം അമ്മായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയം തന്നതിന്. വയസ്സ് 87 അതെ, മേടത്തിലേക്ക് 87ാമത്തെ വയസ്സിലും ആ ഓർമ്മകളൊക്കെ എന്നും മനസ്സിൽ കൊണ്ടു നടക്കണ്ടല്ലോ. വലിയ വലിയ കാര്യം, സന്തോഷം.